ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെൻ്റെ കോളേജിൽ പ്രീ ഓണം സെലിബ്രേഷനാണ്, ലൈക്ക് ഡേ 1 ഓഫ് ദി ഓണം സെലിബ്രേഷൻ. സോ ലെറ്റ്സ് ഗോ. കോളേജ് എത്തിയതും നല്ല തിരക്കിൽ വിട്ടു. ഇന്ന് മെഗാ തിരുവാതിരയുടെ പ്രാക്ടീസ് ആയിരുന്നു എല്ലാ സ്റ്റുഡൻസിനും ഹാഫ് ഡേ. ഈ വർഷം തൊട്ട് നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സിന് പുതിയ അക്കാഡമിക് ബ്ലോക്കാണ്. ബാക്കി സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ്, ഫോർത്ത് ഇയേഴ്സ് ഒക്കെ നമ്മുടെ സെയിം ബ്ലോക്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് ഇയേഴ്സിനെ വിളിക്കാൻ ഞങ്ങൾ പുതിയ ബ്ലോക്കിൽ ചെന്ന് നമ്മുടെ ബ്ലോക്കിൽ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരണം. അവരെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചിട്ട് വേണം ബാക്കി ഇയേഴ്സിനെയും കൂടി എത്തിക്കാൻ. അങ്ങനെ അതിൻ്റെ ഒരു തിരക്കിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും പെട്ടു. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈമില്ല, നമുക്ക് നാളെയാണ് പരിപാടി. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് വേഗം തന്നെ ഓഡിറ്റോറിയത്തിൽ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരെയും ഒറ്റ ടൈമിൽ ഓഡിറ്റോറിയത്തിലെത്തി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് തുടങ്ങാൻ കുറച്ച് ലേറ്റായി, പക്ഷെ നമ്മുടെ പിള്ളേരൊക്കെ വേഗം തന്നെ എല്ലാം പഠിച്ചെടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒരു തിരുവാതിരയുണ്ട് നാളേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു റൗണ്ട് ഓഡിറ്റോറിയത്തിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. അതിനുശേഷം നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ എല്ലാവരും ലൈനപ്പ് ചെയ്ത് അവർക്ക് അവരുടെ പൊസിഷൻസ് ലൈനിൽ നിൽക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ പ്രാക്ടീസ് ലാസ്റ്റ് റൗണ്ടും കൂടി എല്ലാവരെയും വെച്ച് ചെയ്ത് നമ്മൾ ഉച്ചത്തോടു കൂടി നമ്മുടെ പ്രാക്ടീസ് അവിടെ അവസാനിപ്പിച്ചു. നൗ ഇറ്റ്സ് ടൈം ഫോർ ദ സെലിബ്രേഷൻ. നമ്മുടെ പ്രീ ഓണം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും ആംഫി തിയേറ്ററിൽ നാസിക് ഡോളൊക്കെ കണ്ട് ഈഗേർലി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നില്ലേ, നമ്മുടെ ടൈറ്റിൽ ഇനോഗ്രേഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നടന്ന ഈ ഡാൻസും പാട്ടൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക തരം സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഫോർത്ത് ഇയേഴ്സിൻ്റെ ലാസ്റ്റ് ഓൺ ആയതുകൊണ്ട് തന്നെ അവർ നല്ല വൈബിങ് ആയിരുന്നു അവിടെ. ഫൈനലി നമ്മുടെ ആർപ്പ് തിമിർപ്പ് തകർപ്പ് സെലിബ്രേഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ഇതോടുകൂടി ജ്യോതി കോളേജ് ഫുൾ ഓണം വൈബ്സായി. നാസിക് ഡോളിന് ചുറ്റും പിള്ളേരെല്ലാം കൂടി ഡാൻസ് കളിക്കുന്നുണ്ടപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും അതിൻ്റെ കൂടെ ചേരാൻ തോന്നി. ആൻഡ് ഫൈനലി വി സ്റ്റാർട്ടഡ് ഡാൻസിങ്. സെലിബ്രേഷൻസ് ഒക്കെ അവിടെ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യേണ്ടതായിരുന്നു. ബട്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ലഞ്ച് ടൈം അല്ലേ, അപ്പോൾ വേഗം ഫുഡ് അടിച്ചു. കാരണം വടംവലി തുടങ്ങാൻ ടൈമായി. പക്ഷെ ഞങ്ങൾ ലഞ്ച് കഴിച്ച് എത്തുമ്പോഴേക്കൊക്കെ അവിടെ വടംവലി സ്റ്റാർട്ട് ചെയ്തു. വടംവലി നല്ല ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും നല്ല കട്ടക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടു നിൽക്കാൻ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് വടംവലിക്ക് ഒരു ബ്രേക്ക് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് ഉറിയടി മത്സരമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും അവിടെ സൈഡിലെ സ്റ്റെപ്പിൽ പോയിരുന്നു. അത് കുറച്ച് നേരം എൻജോയ് ചെയ്തു. ഉറിയടി മത്സരം കഴിയാൻ ഞങ്ങൾ നിന്നില്ലേ. ഞങ്ങൾ പിന്നെ നേരെ ക്ലാസ്സിൽ നിന്ന് ഞങ്ങളുടെ ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ കോളേജ് ബസ്സിലൊക്കെ കൊണ്ടുവച്ച് ഞങ്ങളുടെ ഫ്രണ്ടിൽ ചില്ല് ചെയ്തിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു അവസ്ഥ ഞങ്ങളവിടെ കണ്ടത്. വടംവലി കഴിയാൻ കുറേ ടൈം എടുത്തുകൊണ്ട് തന്നെ കോളേജ് ബസ് എടുക്കാൻ ലേറ്റായി. അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് അവിടെ വർത്താനം പറഞ്ഞൊക്കെ അവിടെ ഇരുന്നു. അങ്ങനെ ദിസ് വാസ് ഡേ 1 ഓഫ് കോളേജ് ഓണം. അങ്ങനെ നമ്മുടെ ഓണം സെലിബ്രേഷൻ ഡേ 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ലാസ്റ്റ് ടൈം സെറ്റ് സാരി ഇട്ടുകൊണ്ട് ഇപ്രാവശ്യം ഒരു നോർമൽ പട്ടുസാരി ആവാമെന്ന് കരുതി. ഇനി നമ്മുടെ മാവേലിയുടെ എൻട്രിയാണ്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ പോയി നിന്നു. ഇത്തവണ മിക്ക കോളേജിലും മാവേലിയുടെ എൻട്രി വളരെ യൂണീക്കായിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഞങ്ങളുടെ മാവേലി ഇപ്രാവശ്യം വന്നത് JCBയിലാണ്. പിന്നെ അങ്ങോട്ട് ചെണ്ടമേളും കാവടിയും എല്ലാം കൂടെ തുടങ്ങി ഒരു ഉത്സവമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിപാടി സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. ബട്ട് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കാനും സെൽഫീസ് എടുക്കാനും ഒക്കെ ടൈം വേണമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ പിള്ളേരും കൂടി ആംഫി തിയേറ്ററിൽ ഒത്തുകൂടി നമ്മൾ ഫോട്ടോസ് എടുത്തു. This is my girl gang called Memenilum. ഓഡിറ്റോറിയത്തിൽ നമ്മുടെ തിരുവാതിര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ തിരുവാതിരയായിരുന്നു. പിന്നെ നമ്മുടെ മെഗാ തിരുവാതിര നടന്നു. പിന്നെ ഫോർത്ത് ഇയേഴ്സിൻ്റെ ലാസ്റ്റ് ഓൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസ് വൈസ് ആയിട്ടും ഗ്രൂപ്പ് വൈസ് ആയിട്ടൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് അവരവിടെ നല്ല ഭംഗിയായി നടത്തി. ആൻഡ് ഇതായിരുന്നു നമ്മുടെ ഓണം സദ്യ. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എടുത്ത റീലാണ്. ഇത് ഞാൻ എൻ്റെ യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അങ്ങനെ ആംഫി തിയേറ്ററിൽ വീണ്ടും ചെണ്ടമേളവും കാവടിയും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ചെണ്ടമേളത്തിൻ്റെയും കാവടിയുടെയും കൂടെ നമ്മുടെ എല്ലാ പിള്ളേരും കൂടി ഡാൻസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസമായിട്ടുണ്ടായിരുന്ന ഓണം സെലിബ്രേഷൻസ് എല്ലാം. എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.